തിരുവനന്തപുരം നഗരസഭയിൽ വീട്ടുകരം തട്ടിപ്പ് നടന്നത് സംബന്ധിച്ച് മേയർ ആര്യ രാജേന്ദ്രൻ നടന്നത് അഴിമതിയെന്നും ആരെയും സംരക്ഷിക്കില്ലെന്നും മേയറുടെ വിശദീകരണം. പ്ലാസ്റ്റിക് നിരോധനം ചർച്ച ചെയ്യാൻ ചേർന്ന സ്പെഷ്യൽ കൗൺസിൽ യോഗത്തിലുടനീളം BJP പ്ലക്കാർഡ് ഉയർത്തിയും കോൺഗ്രസ് നടുത്തളത്തിൽ ഇറങ്ങിയും പ്രതിഷേധിച്ചു. നാളെ മുതൽ പ്രതിഷേധം ശക്തമാക്കാനാണ് BJPയുടെ തീരുമാനം. വിശദാംശങ്ങളുമായി ശാലിനി ചിരിയാണ്. ശാലിനി, ഒടുവിൽ തട്ടിപ്പ് മേയർ അംഗീകരിച്ചു, സമ്മതിച്ചു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് ഉടനീളം നടന്നത് എന്നതിൻ്റെ കൃത്യമായ ഒരു തെളിവ് തന്നെയാവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന് നീക്കം? സുരേഷ്, ആദ്യം തന്നെ നീണ്ട ഇടവേള, അതായത് 7 ദിവസത്തെ പ്രതിഷേധം BJP ഈ നഗരസഭാ കൗൺസിൽ ഹാളിൽ തുടരുകയാണ്. 7ാം ദിവസമാണ് ഔദ്യോഗികമായി മേയർ ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട്, തിരുവനന്തപുരം നഗരസഭയിൽ ഏകദേശം 30 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് മേയർ ആര്യ രാജേന്ദ്രൻ തന്നെ ഔദ്യോഗികമായി സമ്മതിക്കുന്നത്. ഇന്ന് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കർമ്മ പദ്ധതി തയ്യാറാക്കാൻ ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിന് ശേഷമാണ് ആര്യ രാജേന്ദ്രൻ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. എന്തായാലും സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. നാളെ തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുൻപിൽ തലസ്ഥാന ജില്ലയിലെ എല്ലാ ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിശക്തമായ സമരത്തിലേക്ക് BJP നീങ്ങുകയാണ്. ഒപ്പം തന്നെ 8ാം തീയതി സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള നടപടികളുമായി BJP സമരം ശക്തമാക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് തിരുവനന്തപുരം കൗൺസിൽ ഹാളിലെ സമര ഹാളിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏകദേശം 7ാം ദിവസത്തിലേക്ക് സമരം കടന്നിരിക്കുകയാണ്. രാപ്പകൽ സമരം ശക്തമാക്കിക്കൊണ്ട് BJP ഈ ഒരു നടപടിയുമായി ബന്ധപ്പെട്ട്, ഈ വീട്ടുകാരൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കുറ്റക്കാർക്കെതിരെ കേസെടുക്കുക മാത്രമല്ല, അവരെ കൃത്യമായി അറസ്റ്റ് ചെയ്യണം, ഒപ്പം തന്നെ നടപടികൾ സ്വീകരിക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം ശക്തമാക്കണം. ഇപ്പോൾ BJP നേതാക്കൾ ചിലർ നമുക്കൊപ്പം ചേരുകയാണ്. ഇന്ന് ഔദ്യോഗികമായി മേയർ തന്നെ കൗൺസിൽ യോഗത്തിൽ സമ്മതിച്ചിരിക്കുകയാണ് തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത്. എന്താണ് ഇനി BJPയുടെ തീരുമാനം? ചരിത്ര സംഭവത്തിൽ ആദ്യമായിട്ടാണ് ഒരു നഗരസഭയുടെ പിതാവ് ചെയറിലിരുന്നു കൊണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് സംഭവിക്കുന്നു. തീർച്ചയായിട്ടും 32 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് ഭാരതീയ ജനതാ പാർട്ടി അതിൻ്റെ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. സസ്പെൻഷൻ വരെ ഭാരതീയ ജനതാ പാർട്ടി സമരമുഖത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് സസ്പെൻഷൻ്റെ കാര്യങ്ങൾ, അതായത് 3 വരെ സസ്പെൻഡ് ചെയ്തിട്ടാണ് അവർ ഇവിടെ വന്നിരുന്നത്. ഇപ്പോൾ 6 വരെ സസ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യമെന്ന് പറയുന്നത് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി, നിയമ നടപടികൾ, പോലീസ് കേസെടുക്കണം. പോലീസ് കേസെടുത്തതിൽ അറസ്റ്റ് ഇന്നുവരെ നടന്നിട്ടില്ല. ഈ അറസ്റ്റ് നടത്തണം, അതിനുവേണ്ടി ഒരു പ്രമേയം പാസ്സാക്കണമെന്ന് നമ്മുടെ ഇന്ന് നടന്ന കൗൺസിൽ യോഗത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ മദിനിക്ക് LDFും അതുപോലെ തന്നെ UDFും ചേർന്നുകൊണ്ട് നിയമസഭയിൽ പ്രമേയം പാസ്സാക്കി. അത് അറസ്റ്റ് ചെയ്യണമെന്നല്ല, നിയമപരമായി കോടതി ശിക്ഷിക്കപ്പെട്ട പ്രതിയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവർ പറയുന്നത് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം പാസ്സാക്കാൻ പറ്റില്ല എന്നാണ് ഇവരുടെ മുടന്തൻ ന്യായം. തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം അഴിമതി നടന്നിട്ടുണ്ട് എന്ന് അവർ തന്നെ സമ്മതിച്ച സ്ഥിതിക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഓരോ ദിവസങ്ങൾ ചെല്ലുന്നു, ഇപ്പോൾ 7 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഓരോ ദിവസങ്ങൾ കഴിയുന്നതോറും ഈ സമരം ശക്തമായി തന്നെ BJP കൊണ്ടുപോകും. വരുന്ന ആളുകളിൽ നാളെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ പഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് മെമ്പർമാരും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലർമാരും സമരം തുടങ്ങുകയാണ്. അതുമാത്രമല്ല, ഇന്ന് മേയർ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ BJPയുടെ സമരം ഒരു പ്രഹസനമാണെന്നാണ്. അതിലുള്ള പ്രതികരണം? അത് അവരുടെ വാദം. പൊതുജനം ഈ സമരത്തെ 2 കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി ഈ നഗരസഭയിൽ ടാക്സ് അടച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർ പരിശോധിക്കുന്ന സമയത്ത് ഇവിടെ എൻട്രി ചെയ്തിട്ടില്ല എന്നാണ് അവർക്ക് ബോധ്യമായിരിക്കുകയാണ്, ജനത്തിന് ബോധ്യമായിരിക്കുകയാണ്. പ്രഹസനമെന്ന് പറയുമ്പോൾ ആ പ്രഹസനം എന്താണെന്ന് കൂടെ വ്യക്തമാക്കണമായിരുന്നു. BJP ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മുടെ കൗൺസിൽ പാർട്ടി ലീഡർ അദ്ദേഹത്തിൻ്റെ കത്ത് DGP ഓഫീസിൽ എത്തിയതിന് ശേഷമാണ് കേസിന് വേണ്ടി ഒരു മൊഴി കൊടുക്കുവാൻ ഇവിടെ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ പോയത്. അതിനുശേഷം ആ കേസിൻ്റെ പുരോഗതിയെക്കുറിച്ച് ചിന്തിക്കുവാനോ അല്ലെങ്കിൽ അതിൻ്റെ പുരോഗതിയെക്കുറിച്ച് മേൽഘടകങ്ങളുമായി ചർച്ച ചെയ്യുവാനോ നമ്മുടെ ഭരണകൂടം തയ്യാറായിട്ടില്ല. ഇത് അഴിമതിക്കാരെ സംരക്ഷിക്കുക തന്നെയാണ് ചെയ്യുന്നത്.
എങ്ങനെയെങ്കിലും അഴിമതിക്കാരെ കൊണ്ട് ഈ പണം കട്ടവരെ കൊണ്ട് പണം തിരിച്ചടപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ്. അതിന് അവർ എടുത്തിരിക്കുന്നത് അവരെ യൂണിയനിൽപ്പെട്ട ആൾക്കാർ ഇപ്പോൾ പിരിവ് നടത്തുകയാണ്. ഈ പണം തിരിച്ചടയ്ക്കാൻ വേണ്ടി 32 ലക്ഷം രൂപ പിരിവെടുത്ത് നഗരസഭയിൽ കെട്ടി. നമ്മളൊന്ന് ആലോചിക്കണം. സ്റ്റീഫൻ ഏറ്റുമാനൂരിൽ വിഗ്രഹം കട്ടുകൊണ്ട് പോയി. ആ വിഗ്രഹം തിരിച്ചു കൊണ്ടുവച്ച് കഴിഞ്ഞാൽ മോഷണമല്ലാതാകുമോ? നമുക്കൊരു നിയമവ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ അനുസരിച്ച് തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കണമെന്നാണ് ന്യായമായ ആവശ്യമാണ് ഭാരതീയ ജനതാ പാർട്ടി ഉന്നയിക്കുന്നത്. 7 ദിവസമായി തുടരുന്ന സമരം വിജയമാണ് എന്ന് തന്നെയാണ് BJP വ്യക്തമാക്കുന്നത്. വരും ദിവസം കൂടി ഈ സമരം ശക്തമാക്കാൻ തന്നെയാണ് BJP ഒരുങ്ങുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഏകദേശം 34ഓളം വരുന്ന BJP കൗൺസിലർമാരാണ് കഴിഞ്ഞ 7 രാപ്പകലുകളായി ഈ കൗൺസിൽ ഹാളിനുള്ളിൽ ഇത്തരത്തിലൊരു ശക്തമായ പ്രതിഷേധം നടത്തുന്നത്. ഒപ്പം തന്നെ ഈ കുറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടി എടുക്കും വരെ, അതായത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിക്കും വരെ ഈ സമരം തുടരാൻ തന്നെയാണ് വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ തീരുമാനിച്ചിരിക്കുന്നത്. നഷ്ടമായത് ഏകദേശം 30 ലക്ഷത്തോളം രൂപയാണ്. 30 ലക്ഷത്തോളം രൂപയുടെ പണം പോയ വഴിയും ഒപ്പം തന്നെ കുറ്റക്കാർക്കെതിരെയും കൃത്യമായ നടപടിയെടുക്കണം. ഒപ്പം തന്നെ പൊതുജനങ്ങൾ കൂട്ടമായി ഈ നഗരസഭയിലേക്ക് ഇന്നലെ മുതൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ആശങ്കകളുണ്ട്. ആ ആശങ്കകൾ പരിഹരിക്കുകയും ഒപ്പം തന്നെ ഈ പണം അവർ നൽകിയ പണം അടച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ രേഖാമൂലമുള്ള വിവരങ്ങൾ നൽകാൻ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കണം. അതുമാത്രമല്ല ഈ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രമേയം, അതായത് കൃത്യമായി ഈ തെറ്റ് ചെയ്തിട്ടുള്ള തിരുവനന്തപുരം നേമം സോണൽ ഓഫീസിലെ ശാന്തി ഒപ്പം തന്നെ സുനിത ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ, ആറ്റിപ്ര ഉള്ളൂർ സോണൽ ഓഫീസുകളിലെ മറ്റ് അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥർ, ഇവർക്കെതിരെ കൃത്യമായ നടപടി എടുത്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യും വരെ ഈ സമരം തുടരും. അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നഗരസഭാ കൗൺസിൽ ഒരു അടിയന്തര പ്രമേയം നടപ്പിലാക്കണം, അത് പാസ്സാക്കണം എന്നൊരു ആവശ്യമാണ് BJP ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമാനമായ തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരാനും ഒപ്പം തന്നെ അതിനെ ശക്തമായി പ്രതിരോധിക്കാനും BJP മുൻപിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന കൂടിയാണ് ഈ സമരം. എന്തായാലും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു നഗരസഭയ്ക്കുള്ളിൽ ഇത്ര അധികം ദിവസം രാപ്പകലുകൾ ഈ സമരം ശക്തമാകുന്നത്. എന്തായാലും വരും മണിക്കൂറുകൾ, വരും ദിവസങ്ങൾ ശക്തമായ സമരം തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സുരേഷ്.